അസ്സലാമലൈക്കും. ഇന്നിപ്പോ ഞാൻ ഞായറാഴ്ച പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് മരുന്നുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വയൽ വന്നതായിരുന്നു കേട്ടോ. വയൽ വന്നപ്പോൾ എനിക്ക് വേണ്ടി ഒരുപാട് മരുന്നുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ താർതാവിലുണ്ടായിരുന്നു, താർതാവിൽ പറിച്ച്. കഞ്ഞെണ്ണ ഉണ്ടായിരുന്നു, കഞ്ഞെണ്ണ പറിച്ച്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഏതായാലും ഔഷധ സസ്യങ്ങളൊക്കെ ഞാൻ പറിച്ച്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വയലിൻ്റെ ഒരു ഭംഗി നോക്കിയാണ്. എന്നാലും ഈ വയലിൻ്റെ ഉടമ എന്താ പറയുക, പഴയതുപോലെ തന്നെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ നെല്ലുണ്ട്, ഇവിടെയൊക്കെ വാഴ, ആ ഭാഗത്ത് പൂള, അങ്ങനെ എല്ലാം പല കൃഷികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോട്ടത്തിലെത്തിയപ്പോൾ വളരെ ഭംഗിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വളരെ ദുർലഭമായിട്ട് ഇങ്ങനെയുള്ള വയലുകളൊക്കെ കാണും. കാരണം ഇതിൽ എല്ലാ സംഭവങ്ങൾ പലതും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. താലിൻ്റെ ഉടമ അതാ നന്നായിട്ട് വാഴ വെച്ചിട്ടുണ്ട്. കൂടാതെ ചേന ഉണ്ട്, ചേമ്പുണ്ട്, അതേ രീതിയിൽ തന്നെ ചീര ഉണ്ട്. ഒരുപാട് നമുക്ക് ആവശ്യമായിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ പൂളാണുള്ളത്. അത് മാത്രമല്ല, ഇത് വല്ലാത്തൊരു ഭംഗിയാട്ടോ ഈ ഒരു പ്രദേശം ഇങ്ങനെ കാണാൻ. ഇവിടെ വന്ന് അതായി വല്ലാത്ത ഇതൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇവിടെ വന്ന് കാണണം, എന്ത് ഭംഗിയെന്നറിയോ. വളരെ നല്ല ഒരു ആ വയലിലൊക്കെ ഒരു ഭംഗി എന്താണെന്നറിയോ. അത് നല്ലതാ ഇളനീർ വെള്ളം പോലത്തെ വെള്ളം അതാ വലിക്കുന്നത്, ആ തോട്. അതേ രീതിയിൽ തന്നെ അപ്പുറത്ത് കുളവും കാര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. ഈ പ്രകൃതിനെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടെടുക്കുകയാണെങ്കിലുണ്ട്. ഇയാൾ നന്നായിട്ട് പണിയെടുത്ത് വാഴയൊക്കെ വെട്ടാനായതുണ്ട്, കുലക്കാനായതുണ്ട്. ഒരുപാട് തരത്തിലുള്ള കൃഷികൾ ഇവിടെ ഉണ്ട്. ഏതായാലും